ഇവർ ഈ കല്യാണത്തിന് പോണതും അമ്പലത്തിൽ പോണതൊക്കെ നാലാൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുക്കം തീരില്ല ഇവരുടെ. എന്തായി? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോ തൃപ്രയാറ്. ഓ അപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ എത്തി ഒരു റൂമൊക്കെ എടുത്ത് ഫ്രഷായി കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു കുളി കഴിഞ്ഞിട്ട് കാലത്ത് നേരത്തെ തൊഴുതിട്ട് ഇങ്ങോട്ട് പോരാ. അപ്പൊ നമുക്ക് വൈകുന്നേരം നമ്മൾക്ക് ഇവിടെ എത്താം. ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ വഴിപാട്? അത് തന്നെ പഴയ തന്നെ ശയനപ്രദക്ഷിണം. എനിക്ക് വയ്യ ചുമ ഒക്കെ ആണല്ലോ. പക്ഷെ അവളെ ഉരുളാണ്. ഇതൊക്കെ അനക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഈ പ്രായത്തിലൊക്കെ ഇനി കുട്ടികൾ വേണം. ഇപ്പൊ ഒരു കൊച്ചു ജനിച്ചു തന്നെ വെക്ക്. അതിനൊരു 10 വയസ്സാകുമ്പോഴേക്കും നമ്മൾ തട്ടിപ്പോയി അത് അനാഥാവില്ല. അല്ല അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കത്. ആഴ്ചയിൽ അമ്പലം ചുറ്റാ പറഞ്ഞ വേറൊന്നും വേണ്ട ഇവിടെ. അമ്മായിക്ക് അതാണ് ഒരു സന്തോഷം. വേറൊന്നും ആലോചിക്കാനും ചിന്തിക്കാനൊന്നും ഇല്ല. എല്ലാവരും മളം വെച്ച് കൊടുത്തോ. ഞാൻ അങ്ങനെ നടക്ക കെട്ടിപ്പോയില്ലേ. ഇനിയിപ്പോ അതിനല്ല വരണ്ട നീ. എല്ലാവരുടെയും സന്തോഷം നമ്മൾ മാനിക്കണം. നമ്മുടെ സന്തോഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവരെ സന്തോഷം പറഞ്ഞ് മനസ്സിലാക്ക്. ചെരുപ്പിടണ്ടേ? ചെരുപ്പ് ഇവിടെ നേടണ്ട, അവിടെ പോയിട്ട് ഉരുട്ടാ മതി. എത്രയും വലിയ ഭക്തി. ശയനപ്രദക്ഷിണം അമ്മയാണ് ചെയ്യണേ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമായിരുന്നു. അതിപ്പോ 7 ആക്കി. ഞാനാവുമ്പോ 50-100 പെണ്ണുങ്ങളാവുമ്പോ 5, 7. പെണ്ണുങ്ങൾക്കൊക്കെ എത്രയൊക്കെ മതി. അത്ര പരിഗണനയൊക്കെ മതി. പിന്നെ ചെറിയ പരിഗണന സ്ത്രീകൾക്കുണ്ടല്ലോ. മറ്റേത് പറ. പിന്നെ എന്തുവാ? അല്ല, അമ്മാവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കുട്ടികളുള്ള എത്രയോ അച്ഛനമ്മമാര് അനാഥാലയത്തിൽ കിടക്കുന്നു, അതൊക്കെ കാണുമ്പോ വലിയ വിഷമമാണെന്നൊക്കെ. അതെ, അത് ശരിയാണല്ലോ. എത്ര പേരുണ്ട് കുട്ടികൾ നോക്കാണ്ട് അച്ഛനമ്മ അനാഥാലയത്തിൽ കഴിയുന്നവര്. അത് ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണ്ട. ഇപ്പോഴത്തെ തലമുറ ചെറുപ്പക്കാരാണ് പറയണത്, അത് വിശ്വസിക്കും. അപ്പൊ ഇവിടുത്തെ ചേച്ചി എന്താ അനാഥാലയത്തിലാണോ? ഇവരൊക്കെ എങ്ങനെ പൊന്നു പോലെയല്ലേ ചേച്ചി നോക്കുന്നത്? അതെന്താ മനസ്സിലാക്കാത്തെ? അതാണ് ഇതല്ലേ ആരുടെ ഭാഗം നിൽക്കണ ഇപ്പൊ? അങ്ങനെയല്ല, ഇതിപ്പോ എല്ലാത്തിന്റെ ഗുണവും ദോഷങ്ങളൊക്കെ ഉണ്ട്. അമ്മായി ഞാൻ പറഞ്ഞ വെച്ചാല് ഈ എല്ലാ മാസവും ഈ ആഴ്ച എന്നുള്ളത് മാസത്തിലൊരിക്കലാകുന്നതായിരിക്കും നല്ലത്. അതാണ് പറയണത്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാലും പോരെ. ഇതൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ പോയി പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു എന്ന് മാത്രം. അമ്മാവൻ ചൂടാന്നും വേണ്ട. അമ്മായി ഇഷ്ടത്തിന് അമ്മായി പ്രാർത്ഥിച്ചോളൂ, അമ്മാവന്റെ ഇഷ്ടത്തിന് അമ്മാവനും പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന നടക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അല്ല, പറയണൊരു തെറ്റൊന്നുമില്ല. ഒരു കുടുംബമാവുമ്പോ അവിടെ കുട്ടികൾ വേണം. നിറഞ്ഞ കുട്ടികളുടെ കുസൃതി, അതൊക്കെ ഒരു രസമാണ്. പക്ഷെ അതിനൊക്കെ ഒരു യോഗം വേണം. ചേട്ടൻ എന്താ ഈ പറയുന്നേ? പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കണേ. ക്ലീറ്റോ, പിന്നെ ആ അംഗൻവാടിയിലെ ടീച്ചറെ വിളിച്ചായിരുന്നോ? അല്ല, എന്താണ് പുതിയ അംഗൻവാടി കെട്ടിടം പണിതില്ലേ? അത് തന്നെ. അതിന്റെ ഉദ്ഘാടനം ക്ലീറ്റോ ചെയ്യുമോന്ന് ചോദിച്ചു. സമയം ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലീറ്റോന് തിരക്കൊക്കെ ആണെന്ന് പറഞ്ഞു. നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി. മുത്തുലക്ഷ്മി എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. നടരാജനോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. മുത്തുലക്ഷ്മിക്ക് നടരാജനെ കാണാതെ വെപ്രാളം വരുന്നെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്. എന്തായാലും വിളിക്കാത്തത്? ശരി ശരി. എന്നാ ശരി എന്നാ. ഓ നീ സമയം പോയി. എടാ കുഞ്ഞേ, എഴുന്നേറ്റ് വാ വാ വാ. എഴുന്നേക്ക്, സമയം പോയി. പിന്നെ എവിടെ വയറുവേദന? നോക്കട്ടെ. ഇല്ല, ഒരു വയറുവേദന. അങ്ങനെ പെട്ടെന്ന് ഒരു വയറുവേദന എടുക്കുന്നത്? രാത്രി ഉണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ പറയാത്തതാ. രാത്രി വയറുവേദന ഉണ്ടായാ? അയ്യോ, എവിടെ മുന്നിൽ വേദന എവിടെ എടുക്കുന്നത്? ഇവിടെ. എന്നാ പിന്നെ പറയണ്ടേ, വേദന സഹിച്ച് കിടക്കണേ എന്തിനാ? നല്ല വേദന ഉണ്ടാ? നല്ല വേദന ഉണ്ടമ്മ. മോനെ എഴുന്നേറ്റ് വാ, നമുക്ക് ആശുപത്രി പോകാം. അല്ല, ആശുപത്രി പോകാൻ മാത്രം വേദനയൊന്നുമില്ല. അല്ല, അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. വയറുവേദനയൊക്കെ വന്നാ ഇവിടെ അല്ലേ നടുക്കല്ലേ വേദന എടുക്കുന്നത്? നടുക്കല്ലേ വേദന എടുക്കുന്ന കുഞ്ഞിന്? വാ, ആശുപത്രി കൊണ്ടുപോകാം. വേണ്ട, അല്ല അങ്ങനെ വേദനയൊന്നുമില്ല. അങ്ങനെ വേദനയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ മക്കളൊരു കാര്യം ചെയ്യും, എഴുന്നേറ്റിരിക്കുക, എന്നിട്ട് ഒന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വാ. ട്യൂഷന് പോകുമ്പോ നടക്കൂലേ? അപ്പൊ വയറുവേദന കൂടിയാലോ?
അങ്ങനെ കൂടില്ല. അങ്ങനെ കൂടുവാണെങ്കിൽ നമുക്ക് പോവണ്ട. ഇപ്പം മോനൊരു കാര്യം ചെയ്യും, എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി അമ്മ നല്ലൊരു ചായ ഇട്ട് തരാം, ബൂസ്റ്റൊക്കെ ഇട്ട്, അത് കുടിച്ച് കഴിയുമ്പോൾ വേദന മാറും. എന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം. അല്ലമ്മ, ഞാൻ കുറച്ചേരം കടക്കുമ്പോ മാറിക്കോളും. അതാ പറഞ്ഞ, എന്നാ മോ ട്യൂഷന് പോയിട്ട് അവിടെ റെസ്റ്റ് എടുത്താൽ മതി, ഒന്നും ചെയ്യണ്ട, പഠിക്കണ്ട കേട്ടാ. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇപ്പൊ പോയിട്ട് മോൻ എഴുന്നേറ്റ് പല്ല് തേക്ക്, എന്നിട്ട് അമ്മ മാമിയുടെ അടുത്ത് ഈ സയ്യു ചേച്ചിക്ക് കൊടുക്കണ വയറുവേദനയുടെ മരുന്നുണ്ടാവും, അത് മേടിച്ചു തരാം. അത് കുടിക്കുമ്പോ എല്ലാം മാറും. എന്നിട്ട് നമുക്ക് ട്യൂഷന് പോകാം കേട്ടോ. എഴുന്നേക്കണേ. ഞാൻ പൊളിഞ്ഞെന്നാ തോന്നുന്ന, നെഞ്ച് വേണ്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നു. എടാ എന്തേ ചായ ഇട്ടെങ്കിൽ ഒന്നതാ. ചായ കിട്ടുതരാം. നിനക്ക് ഇന്ന് എവിടെയും പോണോ? എന്ത് കാര്യം? അല്ല, ആ വണ്ടി ഒന്ന് എടുത്തായിരുന്നു, കൊച്ചിനൊന്ന് ആശുപത്രി കൊണ്ടുപോകായിരുന്നു. ആ വണ്ടി ഓടത്തില്ല, ശരിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നില്ലേ? എന്റെ കംപ്ലൈന്റ് ആശുപത്രി പോകാൻ എന്ത് പറ്റി? അവന് ഭയങ്കര വയറുവേദന. ഈ നിസാര വയറുവേദന ആശുപത്രി പോകണ്ട, തേയില വെള്ളത്തിൽ ഒരു നാരങ്ങ കഴിഞ്ഞാൽ കൊടുത്താൽ മതി. നീയാണോ അങ്ങ് തീരുമാനിക്കുന്നത്? നിന്നോടൊക്കെ പറഞ്ഞ എന്നെ വേണം പറയാൻ. നല്ല ചൂട് വേണം ചായക്ക്. ഈ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട. നീ വയറുവേദന അഭിനയിച്ച് ഓവറാക്കിയെന്ന് തോന്നുന്നല്ലോ. തങ്ങച്ചേട്ടത്തെ ആശുപത്രി പോകുന്ന കാര്യമാണ്. അല്ല, സംഗതി കൈയിട്ട് വരുന്ന തോന്നുന്ന. എന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞേ? അടിവയറും പൊത്തിപ്പിടിച്ച് കറക്റ്റ് ചുണ്ടുപോലെ കട്ടിലെ കിടക്കണമെന്നില്ലേ പറഞ്ഞേ? നീ എന്ത് ചെയ്തേ? എന്നാ ഞാൻ പോയി കിടക്കാം. അവിടെ നിൽക്കോ, ഇനി പോയി അതേപോലെ കിടന്ന് തങ്ങച്ചേട്ടത്തെ ആംബുലൻസ് കൊടുക്കുക ആശുപത്രി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ട്യൂഷന് പോയാലേ പറ്റൂ. എന്താണ്? ട്യൂഷന് പോണെന്ന് പറഞ്ഞേ. ഇവിടെ വാ, മക്കൾ ഇവിടെ വാ. എന്തിനാ എഴുന്നേറ്റ് വന്ന? അമ്മ അവിടെ കിടന്നോളാൻ പറഞ്ഞല്ലേ കുഞ്ഞിനോട്. അവൻ എങ്ങനെ ട്യൂഷന് പോകാൻ? ഇത്രയും വയറുവേദന ഉള്ളപ്പോഴേ ചായ എടുത്ത് കുടിക്കും. ഇത്ര സീരിയസ് ആകേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ഒന്ന് വയറ്റിൽ നിന്ന് പോയാൽ തീരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. പോണാ മോന്? വേണ്ട, ഇപ്പൊ കുറച്ചേരം ഇരിക്കട്ടെ, പിന്നെ എന്റെ പൊന്നിന് എന്ത് പറ്റിയോ? നീ മറ്റേ അപ്പൻഡിസോ അങ്ങനെ എന്തെങ്കിലും? ചുമ്മാതിരിയെന്ന് പിള്ളേർക്ക് ചിലപ്പോൾ തകനക്കേടിന്റെ ആയിരിക്കും അല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യട്ടെ, ഇച്ചിരി നേരം ഇവിടെ ഇരിക്കുക. അമ്മ പോയി ലില്ലി ആന്റിയുടെ അടുത്തുനിന്ന് മരുന്ന് മേടിച്ചു തരാം കേട്ടോ. പോട്ടെ, സാരമില്ല, കൊച്ചിനെ നോക്കിക്കോണേടാ. അവിടെ മോനെ അവന് വരാൻ പറ്റൂല്ലോ കൊച്ചേ. ദേ ഭയങ്കര വയറുവേദന കൊച്ചിന്. ഓ, നിങ്ങള് പൊക്കോ. ടീച്ചറിനോടൊന്ന് പറയണേ കുഞ്ഞിന് വയറുവേദനയാന്ന്. അമ്മ മരുന്ന് മേടിച്ചിട്ട് വരട്ടെ ലില്ലി മാമിയുടെ അടുത്തുനിന്ന്. നോക്കിക്കോണേ, നിങ്ങൾ പൊക്കോ. നിന്റെ അഭിനയം കൊള്ളാം. ടെസ്റ്റ് പേപ്പർ ആയിട്ടല്ലേ നീ വരാനേ? ടെസ്റ്റ് പേപ്പർ ആയിരുന്നു എടാ. അപ്പൊ അതാണ് ട്യൂഷന് പോകാൻ അവധി കിടക്കുന്ന ട്രിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ? ട്രിക്ക് പറഞ്ഞതിനൊക്കെ പൈസ ചെലവുണ്ട്. നിങ്ങൾ ആർക്കാണ് അവധി കിടക്കുന്നത്? ഞങ്ങള് പോയിക്കോളാം, ഇവിടെ ഇരിക്കുന്നതാ ബോറ്. എന്ത് ബോറ്? അങ്കിൾ ഇവിടെ ഇല്ലേ? അത് തന്നെ ഏറ്റവും വലിയ ഞാൻ ബോറ്. ഇനി എന്തായാലും ട്രിക്കും പറഞ്ഞ് വരും കേട്ടാ. തരുന്നുണ്ട്. നന്ദിയില്ലാത്ത കുഞ്ഞുങ്ങള്. ശരി ചേട്ടാ. ഓക്കെ. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ കളി നാടൻ കൊലമെല്ലോ വിനാട്ടി ഇല്ലുമിനാട്ടി. എന്തോ ഒരു കൊച്ചേ, നല്ലുവിന്റെയും സയ്യുന്റെയും വയറുവേദനക്കുള്ള മരുന്നുണ്ടോ? ഇരിപ്പുണ്ടായിരുന്നു ചേച്ചി. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു, അപ്പൊ ഞാനെടുത്ത് കുടിച്ച്. പിള്ളേരുടെ മരുന്നാ? മരുന്നല്ലേ, അത് നല്ല മരുന്നാന്ന് തോന്നുന്നു. 2 എമ്പൊക്കെ വിട്ട് കഴിഞ്ഞപ്പോ എന്റെ വയറുവേദന മാറി. കൊച്ചിന് ഭയങ്കര വയറുവേദന ആണോ? അച്ചാച്ചനോട് പറ. എന്ത്? മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് ആശുപത്രി പോവാമെന്നൊന്ന് പറഞ്ഞ വണ്ടി എടുക്കാൻ. അപ്പൊ എന്തൊക്കെയോ പറയുന്ന, വണ്ടി കേടാന്നാ നന്നാക്കണം എന്തൊക്കെയോ പറയുന്നുണ്ട്. എടാ അവനൊന്നും ട്യൂഷനൊന്നും പോയിട്ടില്ല, അവന് വയറുവേദന. ആ, നീ കടയിലെങ്ങാനും പോകുന്നുണ്ടോ? എടി മരുന്നൊന്നും കൊടുക്കണ്ട, ദഹനക്കേട് വല്ല ആയിരിക്കും. വല്ല കടു വെച്ച് വെള്ളത്തിട്ട് ചൂടാക്കിയിട്ട് കടുവെള്ളം കൊടുത്താ പോരെ? കൊടുത്താ മാറുമോ? പിന്നെ കൊടുക്ക് ചേച്ചി. മറ്റേ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചതച്ചു കൊടുക്ക്. നീ കടുവെള്ളം അതൊക്കെ കടുവെള്ളം കൂടാ നല്ലതാണ്. എന്നാ പിന്നെ കൊടുത്തു നോക്കാം, എന്നിട്ട് മാറിയില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാം. വണ്ടി വന്ന് സാർ ഇങ്ങോട്ട് വന്നതാണ്, അതേ പോയതാണ്. ഇപ്പൊ അത് രാവിലെ ക്ലീറ്റോ പോയത്, വന്നതല്ല. ഇന്നിപ്പോ വേളി കടപ്പുറത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തുന്നുണ്ട്. എടാ കേൾക്കുമ്പോ ചിരി വരും, പക്ഷെ നല്ല എന്താ പരിപാടിയാ ക്ലീറ്റോ ഉദ്ഘാടനം ചെയ്യുന്നത്. നീ ആലോചന പ്രാവിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ അവസ്ഥ? ഏട്ടനെ ഇങ്ങനെ കളിയൊക്കെ ചിരിച്ചോണ്ടിരുന്നോ? ഈ നാട്ടുകാരൊക്കെ ക്ലീറ്റോച്ചറിനെ വിളിക്കണ എന്താണെന്നറിയോ? അതാണ് എനിക്ക് സങ്കടം. നേതാവേന്ന്. അത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അഭിമാനം. അതുകൊണ്ടല്ലേ ഈ പറപ്പിക്കാനൊക്കെ വിടുന്നത്.
നീ ചിരിക്കണ്ട കനക, അതൊക്കെ അത്രേ ഉള്ളു. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വില എന്താ? ക്ലീറ്റോന്റെ ഞാൻ ഏതിപ്പോ പഞ്ചായത്തിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ, അയ്യോ തങ്കം വാ ക്ലീറ്റസ് നേതാവ് ഇല്ലേ അവിടെ എന്ന് ചോദിക്കും. എന്ത് എന്ത് ചേച്ചി കഴിഞ്ഞ ദിവസം ഇല്ലേ ഡാൻസ് ക്ലാസ്സിൽ ഒരു പാരന്റ്സ് വന്നു കേട്ടോ, പുതിയതായിട്ട് പഠിക്കാൻ ചേർന്ന. അപ്പൊ എന്നോട് ചോദിച്ച് എവിടെ വീടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലീറ്റോടെ പെങ്ങളാന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, അവർക്ക് എന്തൊരു ബഹുമാനാണെന്ന് അറിയാം എന്നോട്, ക്ലീറ്റോടെ പെങ്ങളാ, അയ്യോ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നേതാവിനെയെന്നും പറഞ്ഞോണ്ട്. അത് പുതിയ താമസക്കാരല്ലേ? പുതിയ താമസക്കാരല്ല, പുതിയതായിട്ട് ഡാൻസ് പഠിക്കാൻ വന്ന കൊച്ചു. അവര് പുതിയതായിട്ട് വന്നായിരിക്കും, അറിഞ്ഞുകൂടാ മാറിക്കോളും. ഞാൻ പോണില്ലേ, എനിക്ക് ഇവന്റെ വർത്താനം ചൊറിഞ്ഞു വരും. മരുന്ന് വാങ്ങിപ്പിക്ക്. ഞാൻ എന്തായാലും മരുന്ന് മേടിക്കുന്നുണ്ടേ. അപ്പൊ വയറുവേദനയ്ക്കും ചൊറിച്ചിലുള്ള മരുന്ന് വേണ്ടേ? അയ്യോ ഭയങ്കര കോമഡി. എടി നീ കരയാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? നീ ഇവിടെ പോണ്ടോ? എന്ത്? ഓ എടാ ഇല്ല, അപ്പൂന്ന് പറഞ്ഞ വെച്ചില്ലേ നമ്മളെ ട്യൂഷൻ എടുക്കുന്നേ, അവനാണെങ്കിൽ ഇവിടെ എന്തോ മൊയിലും കുട്ടീനെ കണ്ടു വിളിച്ചെന്ന്. അതിനാണ് ഈ കരഞ്ഞോണ്ട് വരുന്നത്. ഒരു കല്ലെടുത്തിട്ട് തലമണ്ടി ഇട്ട് കൊടുക്കാത്തെന്ത്? നിങ്ങൾ എന്റെ വിലയും കൂടെയാണ് കളഞ്ഞത്. പിന്നെ എനിക്ക് അവനെ കാണാനേ പേടി. എനിക്ക് വയറുവേദനയായിപ്പോയി, ഇല്ലേ ഞാൻ കാണിച്ചു കൊടുത്തേനെ ഞാൻ ആരാണെന്ന്. നിന്റെ കള്ളവേദന ഇല്ലടാ അത്. അതൊക്കെ വിട്ടാടാ, ഈ കാര്യം വീട്ടിൽ പറയാൻ നിൽക്കണ്ട. എന്താ? അലകം മാമൻ പറയുവേ പിള്ളേരല്ലേ അതൊക്കെ അങ്ങ് വിട്ടുകളാന്ന് പറയും. പിന്നെ നിന്റെ പ്ലാൻ എന്തുവാ? നമ്മൾ 3 നേരം ഒന്ന് ചെന്നാലും അവനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ആലോചിക്കട്ടെ. അല്ല അതൊക്കെ ഇട്, ടീച്ചറിനെ അന്വേഷിച്ചിരുന്ന? തിരക്ക് നിനക്ക് വയറുവേദനയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നത്തെ ടെസ്റ്റ് പേപ്പറും കൂടെ നാളെ പഠിച്ചോണ്ട് ചെല്ലണോന്നാ പറഞ്ഞേക്കുന്നത്. ഇനിയും അത് എഴുതണോ? വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവന്റെ വയറുവേദനയുടെ കാര്യം ചോദിച്ചോണ്ടിരിക്കായിരുന്നു. അവന്റെ വയറുവേദന കുറഞ്ഞല്ലോ. കുറഞ്ഞില്ലേ? ഇന്നത്തെ മാറി, പക്ഷെ നാളെയും കൂടെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ആര് പറഞ്ഞത്? നിന്റെ കള്ളക്കരുതായിരുന്നു എല്ലിയുടെ കള്ള. അവരങ്ങനെ പലതും പറയും. കുഞ്ഞു നാളെ ട്യൂഷന് വെക്കോണം കേട്ടാ. വാ ചോറുണ്ടേ, വാ വിശക്കുന്നില്ലേ? ചോറുണ്ടാ? ചോറുണ്ടാ? ഓ മമ്മി ഉണ്ടാ? ഇച്ചിരി കൂടെ ഉണ്ണാൻ വാ. വേണ്ട. എന്നാ നിങ്ങള് വാ കഴിക്കാം. ഈ പ്ലാൻ എന്തോന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയണേ. ഓ നിങ്ങളിപ്പോ പൊക്കോ, ഞാൻ ആലോചിക്കട്ടെ. എൻ്റെ അണ്ണാ നിങ്ങൾ വണ്ടി കൊണ്ടുത്താ. പിന്നെ പെയിന്റിങ്ങും ചെയ്യും അണ്ണാ. പെയിന്റിങ്ങും ചെയ്ത് പണിയും തീർത്ത് ഷോറൂം കണ്ടീഷന് വണ്ടി ഞാൻ തരും. റേറ്റിൻ്റെ കേസ് വിടും. വണ്ടി പണിഞ്ഞില്ല, നിങ്ങളുടെ ഷെട്ടി ഇരിക്കുന്നതല്ലേ ഉള്ളൂ, അതിനും റേറ്റാന്ന് ചോദിക്കുന്നത്. മാന്യമായിട്ട് നമ്മൾ ചെയ്തു തരാമെന്ന്. നാളെയോ? നാളെ വരാം. ഞാൻ വന്നെടുത്തോളാം. ഓ അണ്ണ അവിടെ ഇല്ല, താക്കോല് ചേച്ചിയെ കൊടുത്താൽ മതി, ഞാൻ വന്നെടുത്തോളാം. ശരി ശരി ശരി. എന്നിട്ട് വൈകിട്ട് വരുമ്പോൾ ഒന്ന് കയറിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും മാറണം എന്നുണ്ടായി ചോദിക്കാം. ശരി ശരി, ഓക്കെ അണ്ണ. തിളക്കി ടൈറ്റ് ചെയ്തിട്ട് ഏടാ. കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്കിള് ഞങ്ങളടുത്ത് പിണക്കല്ലേ? പിന്നെ പിണങ്ങാതെ. ഞാൻ ബോറാണെന്ന് പറഞ്ഞില്ലേ? നിന്നോടൊന്നും ഇനി ജീവിതത്തിൽ ഒരു കൂട്ടുമില്ല. ചേച്ചിമാരാണെങ്കിൽ ശരിയായില്ലേ ചേട്ടാ? അണ്ണൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഈടാ നിനക്ക് ട്യൂഷന് പോകാതിരിക്കും ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് നേരത്തെ നീ അവിടുന്ന് ബിസ്ക്കറ്റ് കാച്ചാ മൂച്ച നിന്നിട്ട് ഒരല്ലി എനിക്ക് തന്നോടാ. ദാരിദ്ര്യമേ. തങ്ങളുള്ള സ്നേഹത്തിന്. ഓ സ്നേഹം വരെ വെച്ച് കേട്ടോ. പോയിക്കോ, ഞാൻ സൗകര്യം പോലെ കഴിച്ചോളാം. വണ്ടി പണി കാണും. എന്തോ കാര്യം സാധിക്കാറുണ്ടല്ല. അതെ പോരട്ടെ, ചെറിയൊരു പ്രശ്നം. പോരട്ടെ. ഇവിടെ ട്യൂഷൻ അവിടെ അപ്പൂന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ അവൻ ഇവളെ മൊയിലും കുട്ടിന്ന് വിളിച്ചു. മൊയിലും കുട്ടിയോ? അതിനകത്ത് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്ന് തിരിച്ചേ. കണ്ടില്ലേ ഈ ചിരി കണ്ട മൊയിലും ഞാൻ ആരായാലും വിളിച്ചു. ഒരു കൊട്ടേഷൻ തരുമ്പോ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം, അല്ല തമാശായി കേട്ടിട്ടല്ലേ? ശരി, സീരിയസ് ആയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം?
അവനെ ഒന്ന് വരട്ടണം. എന്നിട്ട് ഇനി തൊട്ട് ഞങ്ങളെ ഇരട്ടപ്പേര് വിളിക്കില്ലെന്ന് പറഞ്ഞു. എന്നാ അവൻ ചേച്ചിയെ വിളിക്കണം. ഈ കൊട്ടേഷൻ ഞാൻ എടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് ബിസ്ക്കറ്റ് കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇച്ചിരി ചില്ലറ ചെലവുകളാണ്. ദാരിദ്ര്യം പറയുന്ന അറിയാം. എന്നാ ഇത് ഓപ്പൺസ് മേടിക്കാൻ പോലും തികയത്തില്ലല്ലോ. ഇതുകൊണ്ട് നടക്കത്തില്ല. ഇത് പറയുന്നത് എനിക്കും അറിയാം. എന്നാ. മുപ്പത് കൊനുവായും കൊണ്ട് കൊട്ടേഷൻ തരാൻ വന്നേക്കുന്നു. പേടിക്കണ്ട, ഈ ഡീൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ചിൽഡ്രൻസ് ആയി പോയില്ലേ? ഓക്കെ കിട്ടോ. സെറ്റ് അങ്ങനെ മറക്കരുത്. അല്ല, ഈ കാര്യം ആരെടുത്തും പറയല്ലേ. നിങ്ങളും ആരോടും പറയരുത്. ഇല്ല. കർത്താവേ, മുട്ടയില് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് കൊട്ടേഷനും. കനക സാറേ, കനക സാറേ. ആ ആ റൊണാൾഡോ ഇവിടെ ഇല്ലേ? റൊണാൾഡോ ഉണ്ടായിരുന്നു. എന്തിട്ട് അവൻ എന്ത് തോന്നിയാച്ചേ കാണിച്ചത്? എന്തിട്ടാ? ഇല്ലെന്നേ, അവൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പറ്റ തരാനുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെയും പൈസ ഇല്ല. ഞാൻ പലവട്ടം അവനോട് ചോദിച്ചു. അതിൻ്റെ ഒരു ഇല്ല, അവൻ ഞാൻ ഇവിടെ കടയിലില്ല, ബേക്കറിയില്ലത്. അല്ല, റൊണാൾഡോ ഇപ്പോൾ സാധനം വാങ്ങിയിട്ട് ഇതുവരെ പൈസ തന്നിട്ടില്ല. ഞാൻ പറ്റിൻ്റെ പൈസ അവനോട് പലവട്ടം ചോദിച്ചു. അവൻ പൈസ തരാൻ തയ്യാറില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനോട് ചോദിച്ചു പൈസ തരായിരുന്നു. ഇന്നിപ്പോൾ എന്ത് കാണിച്ചത് വെച്ചാൽ എൻ്റെ മോൻ്റെ സൈക്കിളിൻ്റെ കാറ്റ് അയച്ചു വിട്ടിട്ട് അതെടുത്ത് ഓടയിലും കിട്ടുന്നത് ഉള്ള കാര്യം അത്. അല്ല വെറുതെ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ അത്? അല്ല, അവൻ അത്ര കേൾക്കരുത് കാണിക്കാനും പിന്നെ അതിനുള്ള പരിപാടി ഞാൻ ചെയ്യേണ്ടത്. അല്ല, അല്ല അച്ചാച്ചൻ തന്നെയാണോ ചെയ്തത്? അല്ല, അവിടെ മറ്റേ CCTV ക്യാമറ ഒക്കെ ഉള്ളതല്ലേ. അതിൽ കണ്ട ഞാൻ ശരിക്കും പറയട്ടെ, ഞാൻ കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് ചേട്ടാ, നമ്മളിപ്പോ പരിചയമുള്ളവരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരല്ലേ. അതെ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു. കേസിനും വഴക്കിനൊന്നും പോണ്ട. ആ, ഇപ്പൊ സൈക്കിളിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയാണോ അതിന്റെ പൈസ അത് അവനെ കൂടി ഞാൻ തരിപ്പിക്കും. ആ കേട്ടോ? അല്ല, അതല്ല, എന്നാലും അവൻ കാണിക്കുന്ന ഒരു കാണിച്ച മോശമായി പോയി, മനസ്സിലായി, വിഷമിക്കണ്ട. ഞങ്ങൾ പറയാൻ ചേട്ടാ. നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ അത് ചെയ്യാം കേട്ടോ. അല്ല, ഇപ്പൊ സാർ പറഞ്ഞോണ്ട് ഇപ്പോ ഞാൻ വിട്ടേക്കാത്. ശരി, അല്ല എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ശരി എന്നല്ലേ? ഓക്കെ. ഇത് നമ്മള് നോക്കണേ. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളല്ല സൈക്കിൾ ഇട്ടത്, അവനാ റൊണാൾഡ്. പക്ഷെ നിന്നെ നോക്കണം, നിന്റെ ആങ്ങളെയാ. ആങ്ങളമാര് കാണിക്കണ വൃത്തിയെടുത്തൊക്കെ ഞാൻ എന്നെ എന്തിനാ പറയുന്നത്? അങ്ങനെ ക്ലീറ്റോ ചേട്ടൻ പറയുമ്പോ എന്നെ പറയണ്ടേ? ആണോ? കനക നിലാവേ തുയിലുണരൂ. പെട്ടിയും കിടക്കെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. എന്ത് ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം നീ ഇവിടെ നിന്ന്. എന്ത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ആ ബേക്കറിക്കാരോട് വന്നിരുന്നു. ബേക്കറിക്കാരന്റെ കടയിൽ കയറി പറ്റിയതിന് ശേഷം അയാൾ പൈസ വെച്ചപ്പോൾ അയാളുടെ മോന്റെ സൈക്കിളിന്റെ കാറ്റ് തുറന്നിട്ട് ഓടെ എടുത്തുകളാ നീ. പോടാ. എന്തുവാണ് ചേച്ചാ, കൊറേ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെയും തുടങ്ങിയ സൂക്കേട്. വരട്ടെ കേട്ടാ, ക്ലീറ്റോ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുത്തിട്ട് തീരുമാനം എടുത്തു. നീ ഇതുവരെ ചെയ്ത സേവനങ്ങൾക്ക് നന്ദി. മര്യാദക്ക് പെട്ടെടുത്ത് പോകൂ, ഇറങ്ങിക്കൂടി ഞാൻ. ഞാൻ പൊക്കോളാം, ഞാൻ ഇറങ്ങിക്കോളാം. അതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ 3 കുരുപ്പുകളാണ് ഇറക്കി വിടും. നീ ചെയ്ത ഓരോ മെനകേടിന് ഇവിടുത്തെ പിള്ളേരെന്ത് പഴിച്ച്? പിള്ളേര് കാരണം ഞാൻ അത് ചെയ്തത്. എന്ത് എന്ത് വിളിക്കാവരെ ഇങ്ങോട്ട് 3 പേരെ വിളി. കുറ്റം നമ്മുടെ അല്ലേ? വിളി തട്ടെ. തക്കട് കൂടെ ചെല്ലങ്ങോട്ട്. ചോദിക്കാം. എന്താണ് പ്രശ്നം? എന്താണ്? അവര് പറയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ആ ബേക്കറിക്കാരൻ്റെ ഒരു മോനുണ്ടല്ലോ, തടിയൻ ചെറുക്കൻ, അപ്പുവോ കിപ്പോ, അവൻ ട്യൂട്ടോറിയൽ കണ്ട് വെച്ചിട്ട് സയ്യൂനെ മുയലും കുഞ്ഞെന്ന് വിളിക്കും. ട്യൂഷൻ പേര് മുയലും കുഞ്ഞ്. അതിന് പകരം ചോദിക്കാൻ ഇവര് തന്ന കൊട്ടേഷൻ. അത് ഇവര് തന്ന കൊട്ടേഷൻ അവന്റെ സൈക്കിൾ എടുത്ത് കളയാൻ വേണ്ടി. ആണോടാ? ഇവിടെ നടാ, നീ ആ വടി എടുത്തിട്ട് വന്നേടി. അങ്ങനെയാണ് ഞാൻ സൈക്കിൾ എടുത്ത് ഓടയിലിട്ടത്. ഇവിടെ നടാ നീ. എന്നിട്ട് ഞങ്ങളെ 3 പേരുടെ പുറത്താക്കി. ഞാൻ കുടങ്ങളെ കൊണ്ട് കളവറ്റകളെ കൊണ്ട് നേരാണെന്ന്.
പറയടാ സത്യം പറ ചെയ്താ നീയാണോ പറഞ്ഞത്? റൊണാൾഡോ മാമൻ പറഞ്ഞത് സത്യമാണോ? ആരാണ് ഇതിന് പിന്നില്? മൂന്നുപേര് കഴിഞ്ഞിട്ട് 29 രൂപ 3 ഒറിയ ബിസ്ക്കറ്റ്. മിണ്ടരുത് നീ. എടാ മുട്ടേന്ന് വരാത്ത കൊച്ചുങ്ങൾ ഏതെങ്കിലും പറഞ്ഞ ഉടനെ ചാടി അങ്ങ് പുറപ്പെടാണ് അല്ലേ? ഒട്ടേന്ന് ഇല്ലാത്തൊക്കെ ഇതിന് ചെയ്യാൻ അറിയാലോ ഇതൊക്കെ അല്ലേ? ഇത് എവിടെ നിന്ന് പഠിച്ചു നീ? ഇറങ്ങടങ്ങോട്ട് രണ്ടിട്ട് കൊള്ളാം കേറ്, കേറ്, കേറ്. പാവല്ലേ എന്ന് വിചാരിക്കുമ്പോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. നിന്നൊക്കെ ശരിയാക്കി തരുന്നുണ്ടല്ലോ ഞാൻ. ഡേയ്, അല്ലല്ല ഇതിന് നല്ലത് കൊടുക്കണം കേട്ടോ. അറിയണമല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമ്മളെ ഒറ്റ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അടിയും മേടിച്ചോണ്ട് വേറെ ഉറങ്ങുന്നുണ്ടില്ലേ? സത്യം നല്ല പോത്തോക്കും ഡോറങ്ങാട് ശരി. Audience